Hi all, welcome back. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ഇഫ്താറിന്റെ സമയത്തൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള മാക്രോണി പോളയുടെ റെസിപ്പി ആയിട്ടാണ് ട്ടോ. എണ്ണയിൽ പൊരിച്ച സ്നാക്കുകളോടൊന്നും താല്പര്യമില്ലാത്തവർക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പോളയാണിത്. നല്ല ടേസ്റ്റും ഉണ്ട് കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. അപ്പോൾ ആദ്യം നമുക്ക് മക്രോണി ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ സ്റ്റൗ കത്തിച്ചിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ ഇതാ വെള്ളം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. മക്രോണിയിൽ പിടിക്കാനുള്ള ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ വെള്ളത്തിൽ. ഇനി ഞാനിവിടെ ഒരു 1.5 കപ്പ് മക്രോണി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ഒരു തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് മക്രോണി വെന്ത് വരുന്ന സമയം കൊണ്ട് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഫില്ലിങ് റെഡിയാക്കി എടുക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഒരു സവാള ഞാനിവിടെ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 2 പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തതും 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തതും അതുപോലെ കുറച്ച് കറിവേപ്പില അരിഞ്ഞതും പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഉള്ളി ഇവിടെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടിയും 1 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയും പിന്നെ ഒരു 1/4 ടീസ്പൂണ് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു മസാലയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഞാനിതവിടെ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് വേവിച്ചെടുത്തിട്ടുള്ള ബീഫാണിത്. ആ ബീഫ് ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അല്പം മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പോൾ മക്രോണിയിലേക്ക് എപ്പോഴും ടേസ്റ്റ് ഉണ്ടാവുക ബീഫാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ബീഫിൻ്റെ ഈ ഒരു മസാല തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ബീഫ് കഴിക്കാത്തവരാണെങ്കിൽ ചിക്കൻ എടുക്കാം. ഇപ്പോൾ മസാലയും ബീഫൊക്കെ ഇവിടെ നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പോൾ ഇതാ മക്രോണിയും ഇവിടെ നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സ്റ്റെയിനറിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാനിവിടെ ഒരു ബൗളിൽ 3 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ മക്രോണിയിൽ ഉപ്പ് ചേർത്തതാണ്. പിന്നെ ഈ ഒരു മുട്ടയിലേക്ക് വേണ്ട ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള മക്രോണി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇളക്കിയെടുക്കാം. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ മക്രോണി കൂടുതലുണ്ടെങ്കിൽ മുട്ടയുടെ അളവും കൂട്ടിയെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ പോള ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇതുപോലൊരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ട് ചൂട് കട്ടിയുള്ള ഒരു പാൻ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒന്ന് മെൽറ്റായി വന്നതിന് ശേഷം നമുക്കിത് പാനിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് ആവാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇനി മുട്ടയും മക്രോണിയും കൂടെ മിക്സ് ചെയ്ത് വെച്ചത് പകുതി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാൻ. ആ മുട്ടയുടെ മിക്സും കൂടെ ഇതിൻ്റെ കൂടെ വേണം. എന്നാലേ ഉള്ളൂ ഇത് സെറ്റ് ആവുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബീഫിൻ്റെ ഫില്ലിങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഫില്ലിങ് സൈഡിലേക്ക് ആവാത്ത രീതിയിൽ വെച്ച് കൊടുക്കാം കേട്ടോ. മസാല അത്യാവശ്യം നല്ല കട്ടിയിൽ തന്നെ വെച്ച് കൊടുക്കുക. എന്നാലേ ഉള്ളൂ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള മക്രോണിയും മുട്ടയും കൂടെ മിക്സ് ചെയ്തെടുത്തത് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ മസാല കാണാത്ത വിധത്തിൽ നന്നായിട്ടൊന്ന് നിരത്തി വെച്ച് കൊടുക്കാം. ഇനി
കുറച്ച് മല്ലിയില അരിഞ്ഞതും അല്പം വറ്റൽമുളക് ക്രഷ് ചെയ്തെടുത്തതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലൊരു പഴയ പാന് അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടായതിന് ശേഷം അതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്. ഇനി നമുക്കതൊരു 20 മിനിറ്റ് വരെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ അടിവശമൊന്നും കരിയാതെ കിട്ടും. ഇങ്ങനെ നമുക്കൊരു 20 മിനിറ്റ് വെക്കാം. ഇപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പോളയുടെ അടിവശമൊക്കെ നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി മുകൾ ഭാഗം ഒന്ന് ഡ്രൈ ആയി വരാനുണ്ട്. അപ്പോൾ ഞാനിത് മറ്റൊരു പാനിലോട്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. ഇനി ഞാനിവിടെ ഈ ഒരു പാനിൽ കുറച്ചൊന്ന് നെയ്യ് തടവി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതുപോലെ മറിച്ചിട്ട് കൊടുത്തിട്ട് ഒരു 5-10 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പോള ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനിത് ചൂടോട് കൂടി തന്നെ ഒന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഉള്ളിൽ ഈ ഒരു മക്രോണിൻ്റെ കൂടെ ബീഫിൻ്റെ ഫില്ലിങ്ങും കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. അപ്പോൾ മക്രോണിയുടെ കൂടെ ബീഫിൻ്റെ മസാലയും കൂടി ആകുമ്പോൾ പൊള്ളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണേ. അപ്പോൾ നിങ്ങൾക്കൊരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാം. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്